ഹലോ, ഹായ്. എല്ലാവർക്കും നമസ്കാരം. പി.കെ ഫാമിലി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സാധാരണ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ആദ്യം തംബ്നെയിൽ സെറ്റ് ചെയ്യില്ല. ആദ്യം തന്നെ വീഡിയോ എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അതിന് ഞാൻ തംബ്നെയിൽ സെറ്റ് ചെയ്യുള്ളൂ. പക്ഷേ ഇതിൽ ഞാൻ ആദ്യമേ തന്നെ തംബ്നെയിൽ എന്താണെന്ന് എനിക്ക് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. ഞാൻ ഈ ചാനൽ നിർത്താൻ പോവാണെന്ന്. ഞാൻ ഇഷ്ടം കൊണ്ട് നിർത്തുന്നതൊന്നുമല്ല. അതായത് ഞങ്ങൾ ഈ ചാനൽ തുടങ്ങിയത് 2021 സെപ്റ്റംബറിൽ. ഇപ്പോൾ 2024 ആയില്ലേ. എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ആകാൻ തന്നെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഇപ്പം എല്ലാം 1270 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടേ ഉള്ളൂ. ഇപ്പോൾ വാച്ച് ടൈം വന്നിട്ട് ഇപ്പോൾ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ 365 ദിവസത്തിൻ്റെ ഉള്ളിൽ 4000 അവർ കംപ്ലീറ്റ് ആക്കണം. പക്ഷെ ഞാൻ ഇത്രയും ബുദ്ധിമുട്ടി ഇങ്ങനെ ഇത്രയൊക്കെ ചെയ്തിട്ടും എനിക്ക് ഇപ്പഴ് 1800 എത്രയോ ആയിട്ടുള്ളൂ. പിന്നെ ഈ ലൈഫ് ടൈം എന്ന് പറഞ്ഞിട്ട് കാണിക്കുമല്ലോ മറ്റേ വാച്ച് ടൈം. അത് വന്നിട്ട് 3000 എത്രയോ ആയിട്ടുള്ളൂ. അതായത് ഞാൻ തുടങ്ങിയ അപ്പൊ തൊട്ട് ഇതുവരെ. പക്ഷെ അത് വരില്ലല്ലോ. ഈ ഓരോ വർഷത്തിലല്ലേ വരിക. ഇപ്പൊ ഡിസംബറിന്റെ ഉള്ളില് 2000 അവർ കംപ്ലീറ്റ് ആക്കണം. ആ 2000 അവർ കംപ്ലീറ്റ് ആക്കാന്ന് പറയുന്നതില്ലേ ചില്ലറ പണിയൊന്നുമല്ല. സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കാൻ തന്നെ ഞാൻ കുറേ ബുദ്ധിമുട്ടി. പിന്നെ എല്ലാവരും ചില ചാനലിലൊക്കെ പറയുന്നത് കേട്ടു, പൈസ കൊടുത്തിട്ട് വേറെ ചാനലുകാരോട് റെക്കമെൻഡ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ. ഇത് ഞാൻ അങ്ങനെയൊന്നും ചെയ്യാതെ ഞാൻ ഓരോരോ വീഡിയോ എങ്ങനെയാ ഓരോരുത്തരോട് പറയാതെ തന്നെ ഞാൻ സ്വന്തമായിട്ട് വീഡിയോ ചെയ്ത് തന്നെ നേടിയെടുത്ത സബ്സ്ക്രൈബേഴ്സാണ് ഇതെല്ലാം. അപ്പോൾ അതിലെനിക്ക് അഭിമാനമുണ്ട്. പക്ഷേ ഞാനിത് നിർത്തണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇഷ്ടം കൊണ്ട് നിർത്തണമെന്നല്ല. അതായത് വാച്ച് ടൈം അവർ ഈ ഡിസംബറോടുകൂടി അത് കംപ്ലീറ്റ് ആയില്ലാന്ന് വെച്ചാൽ മോണിറ്റൈസേഷൻ ആവില്ല. അപ്പോൾ ചാനൽ ഫ്രീസ് ആവില്ലേ. വീണ്ടും എനിക്ക് ആദ്യം തൊട്ട് ഇനി പഴയതുപോലെ ഇനി എന്താ പറയുക വാച്ച് ടൈം അവർ കംപ്ലീറ്റ് ആക്കാനായിട്ട് ഞാൻ ഓരോ വീഡിയോസ് ഇനിയും ചെയ്യണം. അപ്പോൾ 4000 അവർ എന്തായാലും എന്നെക്കൊണ്ട് ഇനി പറ്റും തോന്നുന്നില്ല. അപ്പോൾ അത് പിന്നെ ഞാൻ ഈ ചാനൽ എന്തിനാണ് തുടങ്ങിയതെന്ന് വെച്ചാൽ എനിക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ എന്താ പറയുക വീഡിയോ ചെയ്യാനോ ഇങ്ങനെ സത്യം പറഞ്ഞാൽ ഫോണിൻ്റെ മുന്നിൽ വന്ന് സംസാരിക്കാനോ അങ്ങനെയൊന്നും എനിക്ക് വീഡിയോ ചെയ്യാനൊന്നും അറിയില്ല. ഏട്ടൻ നന്നായിട്ട് പാട്ട് പാടും. അപ്പോൾ എന്താ പറയാ ദൈവമായിട്ട് തന്നൊരു കഴിവാണ് ഈ പാട്ട് പാടുക എന്ന് പറയുന്നത്. അത് ഇപ്പം എല്ലാവരും പാട്ട് പാടും. അതുപോലെ അല്ലാതെ ഈ കരോക്കെ വെച്ചിട്ട് അതിനനുസരിച്ച് പാടുക എന്ന് പറയുന്നത് നിസ്സാരമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നിസ്സാരമായിട്ട് പാടാൻ പറ്റും. കാരണം എന്നെക്കൊണ്ട് പറ്റില്ല. ചുമ്മാ ഇങ്ങനെ പാടാൻ പറ്റും. പക്ഷെ കരോക്കെ വെച്ചിട്ട് അതിനനുസരിച്ച് താളവും ഭാവവും എല്ലാം കൊണ്ട് പാടാൻ എന്തായാലും എന്നെക്കൊണ്ട് പറ്റില്ല. പക്ഷെ ദൈവമായിട്ട് കിട്ടിയൊരു കഴിവാണ് ഏട്ടനത്. പക്ഷെ അത് എവിടെയെങ്കിലും എത്തണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ചാനൽ തന്നെ ഞങ്ങൾ തുടങ്ങിയത്. ഞങ്ങൾ തുടങ്ങിയതല്ല, ഞാൻ തുടങ്ങിയത്. പക്ഷേ ഇതുവരെ ആയിട്ടും ഏട്ടനെയാണെങ്കിലും എങ്ങനെയെങ്കിലും ഞാൻ പോപ്പുലർ ആക്കണം, പാട്ട് എവിടെയെങ്കിലും എത്തണം, ഏതെങ്കിലും പിന്നെ ഏട്ടന് വലിയൊരു ആഗ്രഹമായിരുന്നു എസ്‌പിബി സാറിന്റെ മുന്നിൽ പാട്ട് പാടുക എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ആ സാറിന്റെ മുന്നിൽ എത്തണമെങ്കിൽ അങ്ങനെ ആ സമയത്തെ റിയാലിറ്റി ഷോയിലോ എന്തെങ്കിലുമൊക്കെ പങ്കെടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ദൈവത്തിനം എന്തോ സാറ് പോയി. പക്ഷെ അതല്ലെങ്കിൽ കൂടി ഏതെങ്കിലും ഒരു റിയാലിറ്റി ഷോയിൽ പാടണം അതൊക്കെ ഒരു ആഗ്രഹമായിരുന്നു. ഈ സാധാരണ ആളുകൾക്കില്ലേ, കഴിവ് മാത്രം ദൈവം കൊടുക്കും. പക്ഷെ അതിനൊരു ഒരു അവസരമൊന്നും എവിടെയും പെട്ടെന്ന് പോയിട്ട് പാട്ട് പാടാനാണ് ശരി എന്തിനാണെങ്കിലും ഒരു അവസരമൊന്നും ആരും കൊടുക്കില്ല. അത് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. പിന്നെ ആദ്യം ഞാന് ടിക്ടോക്കിലായിരുന്നു ചെയ്തോണ്ടിരുന്നത്. എന്തെങ്കിലും ആദ്യം വീഡിയോ കുറേ ഏട്ടൻ്റെ ഇങ്ങനെ പാട്ട് പാടുന്നതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. വ്യൂസ് ഒന്നും അതിലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോ എന്താ പറയാ, അങ്ങനെ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ പാട്ട് മാത്രം ആകുമ്പോൾ ആരും പെട്ടെന്ന് ശ്രദ്ധിക്കുന്നില്ലാന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഞാൻ വീഡിയോ ഇട്ടത്. അങ്ങനെ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ അതിനകത്ത് കുറേ ബാഡ് കമന്റ്സ്. അതായത് കുരങ്ങ് ചട്ടമാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ അങ്ങനെയാണെന്ന് പറഞ്ഞ് കുറേ കമന്റ്സ് ഉണ്ടായിരുന്നു. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് നല്ല വ്യൂസ് വരികയാണെങ്കിൽ കുറേ വ്യൂസായി സബ്സ്ക്രൈബേഴ്സായി ഇപ്പോൾ ടിക്ടോക്കിലേക്ക് ഫോളോവേഴ്സൊക്കെ ആയി കഴിയുമ്പോൾ ഏട്ടൻ്റെ പാട്ട് അതിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് എല്ലാവരിലും എത്തും. ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാന് അങ്ങനെ അതിൽ ചെയ്തത്. അപ്പൊ അതങ്ങനെ പെട്ടെന്ന് പിന്നെ ബാൻ ചെയ്തല്ലോ. അപ്പൊ അതിന് ശേഷം പിന്നെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അതിലും കുറേ പാട്ട് ഏട്ടൻ്റെ ഞാൻ ഈ ചാനലിൽ തന്നെ കുറേ ഷോർട്ടായിട്ടൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ലോങ് ആയിട്ടും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതും ഒന്നും ആയില്ല. അതുകൊണ്ടാണ് ഞാൻ തന്നെ ചിലപ്പോ ഞാൻ ചെയ്ത വീഡിയോ കുറേ ചെയ്തിട്ട് സബ്സ്ക്രൈബേഴ്സൊക്കെ വരുമ്പോ വ്യൂസൊക്കെ കൂടുകയാണെങ്കിൽ ഏട്ടൻ്റെ പാട്ട് ഇടയിലൂടെ ആഡ് ചെയ്യുമ്പോൾ ആരെങ്കിലുമൊക്കെ കാണും. അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അതില് ഞാൻ തന്നെ എനിക്ക് എൻ്റെ 4ാമത്തെ വീഡിയോയിൽ ഞാൻ ഈ പാലക്കാടൻ പരദൂഷണം പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എന്താ പറയാ
പാലക്കാട് തന്നെ കുറേ എൻ്റെ നാട്ടിൽ എങ്ങനെയാണോ സംസാരിക്കുന്നത്, എൻ്റെ നാട് കൊല്ലങ്കോടാണ്. അത് ഗ്രാമത്തിലുള്ളവർ എങ്ങനെയാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 4, 5 ക്യാരക്ടർ മാറി മാറി ചെയ്തു. പക്ഷെ അതിനെനിക്ക് നല്ല വ്യൂസ് ഉണ്ടായിരുന്നു. അതില് എത്രയായിരുന്നു 91K വ്യൂസ് ഉണ്ട്. 1K ലൈക്ക് ഉണ്ട്. 99 മറ്റേ കമന്റ്സ് ഉണ്ട്. അതിനുശേഷം ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് ആളുകളൊക്കെ എന്നെ കളിയാക്കുകയൊക്കെ ചെയ്തു. കാരണം ഇങ്ങനെ ഒരുമാതിരി ഇങ്ങനെ വർത്താനം പറയുന്നതൊക്കെ എന്തോ പോലെയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഏട്ടൻ തന്നെ പറഞ്ഞു, "അങ്ങനത്തെ വീഡിയോ ഒന്നും ചെയ്യണ്ട. കാരണം എല്ലാവരും എന്നെ കളിയാക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നണമെന്ന്." അതിനുശേഷം ഞാൻ ആ വീഡിയോ പിന്നെ കുറേ വീഡിയോ ഇട്ടില്ല. ഞാനും നിർത്തി വീഡിയോ ഇടൽ. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് പിന്നെ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ ആ വ്യൂസ് പിന്നെ എനിക്ക് വ്യൂസ് കയറിയേ ഇല്ല. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ ക്യാരക്ടർ മാറിയിട്ട് കുറേ വീഡിയോസൊക്കെ ചെയ്തു. അതിൽ കുറച്ച് കുറച്ച് കമന്റ്സ് മറ്റേ വീഡിയോസിന് വ്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനും അനിയത്തിയും കൂടെ കുറേ വീഡിയോ ചെയ്തു. അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് കേറി വന്ന് ഇപ്പൊ കുഴപ്പമില്ലാതെ നിന്ന് കുഴപ്പമൊന്നുമില്ല. ഈ വർഷമാണ് ശരിക്കും വീഡിയോ ചെയ്യാൻ തുടങ്ങിയത് ഈ വർഷമാണ്. പക്ഷേ ഇനി എനിക്ക് തോന്നുന്നില്ല ഈ വാച്ച് ടൈം അവർ കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ഏറ്റവും വലിയ ഈ ചാനലിനെ ഇങ്ങനെ കൊണ്ടുപോയി നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. ഒരു ഇതിനകത്ത് ഞാൻ വരുമാനം ഉണ്ടാക്കണം അതൊന്നുമല്ല എൻ്റെ ലക്ഷ്യം. ഇതിനകത്ത് നല്ലൊരു വ്യൂസ് വരികയാണ്, നല്ല സബ്സ്ക്രൈബേഴ്സ് വരികയാണ്. അങ്ങനെ ആവുമ്പോൾ ഏട്ടൻ്റെ പാട്ട് മെയിൻ അതാണ്. ഏട്ടൻ ഇങ്ങനെ പാട്ട് പാടാനുള്ള കഴിവുള്ളതുകൊണ്ട് ആ പാട്ട് എവിടെയെങ്കിലും എത്തും. ആരെങ്കിലുമൊക്കെ കാണും. അപ്പോൾ ആ പാട്ട് കുറച്ചുകൂടെ ഇപ്പോൾ സാധാരണ ആൾക്കാർക്ക് വന്നിട്ട് പെട്ടെന്ന് ഇപ്പോൾ ആരും വേദിയൊന്നും തരില്ല. അപ്പോൾ ഒരു ഗുരുവിൽ നിന്ന് പഠിച്ചെടുക്കുക എന്ന് പറയണത് പറഞ്ഞാൽ നമുക്ക് ഫീസ് കെട്ടി പഠിക്കുക അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഏട്ടന് അങ്ങനെ തന്നെ നല്ല കഴിവുണ്ട് അല്ലാതെ തന്നെ. അപ്പോൾ അത് ആരെങ്കിലുമൊക്കെ കാണണം. അങ്ങനെ എവിടെയെങ്കിലും എത്തണം എന്നൊരു ആഗ്രഹം കൊണ്ടാണ് ഈ ചാനൽ തുടങ്ങിയത്. പക്ഷേ ഇനി 1 മാസം കൊണ്ട് എന്തായാലും 2000 അവർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ എൻ്റെ ഇഷ്ടം കൊണ്ട് ഞാൻ ചാനൽ നിർത്തുമെന്നല്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ സമയം എന്താ പറയുക എനിക്കിനി ഈ 1 മാസം കൊണ്ട് ഞാൻ ഏത് വീഡിയോ ഇട്ടാലും ഈ 2000 അവർ കംപ്ലീറ്റ് ആവാൻ പറ്റില്ല. അപ്പോൾ ഈ 1 മാസം കൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ള 2000 അവറും കൂടെ അതിങ്ങനെ കുറഞ്ഞു വരുമല്ലോ. അപ്പോൾ പിന്നെ മോണിറ്റൈസേഷൻ ആവാനും പറ്റില്ല. ഇനി വ്യൂസും കൂടാൻ പോകുന്നില്ല. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ഞാൻ എന്ത് കണ്ടന്റ് ചെയ്യണമെന്നും എനിക്കറിയുന്നില്ല. കാരണം ഞാൻ ഇന്നൊരു കണ്ടന്റ് ചെയ്തു. കുഴപ്പമില്ലാന്ന് തോന്നി കഴിഞ്ഞിട്ട് അതേ തന്നെ അടുത്ത അതുമായിട്ട് ബന്ധമായിട്ടുള്ള പിറ്റേ ദിവസം വേറെ ഏതെങ്കിലും കണ്ടന്റ് ചെയ്തതെന്ന് വെച്ചാൽ ഇന്ന് ഒരു 500 വ്യൂസ് വന്നുന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം അത്രയും കൂടി ഉണ്ടാവില്ല. അപ്പം ഞാൻ എന്ത് കണ്ടന്റ് ചെയ്യണമെന്നേ അറിയുന്നില്ല. അങ്ങനെ ഒരു കണ്ടന്റ് ചെയ്തിട്ട് നല്ല വ്യൂസ് ഉണ്ട്. അപ്പം ഞാൻ അതേ തന്നെ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞു വെച്ചാൽ വ്യൂസ് വരുമെന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ വരുന്നില്ല. ഇന്ന് ഇപ്പോൾ കുഴപ്പമില്ലാതെ വന്ന് പിറ്റേ ദിവസം ആകുമ്പോൾ ചിലപ്പോൾ അത്രയും കൂടെ 100 പേരും കൂടെ കാണുന്നില്ല. അപ്പോൾ എന്താ ചെയ്യാന്നറിയില്ല. അത് ചിലപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ചാനൽ എന്താ പറയുക ഫ്രീസായിട്ട് അറിയാതെ പോകണ്ട എന്ന് വിചാരിച്ചിരുന്ന കുറച്ച് സബ്സ്ക്രൈബേഴ്സ് എങ്കിലും ഉണ്ടല്ലോ. അവരോട് അഥവാ ഞാൻ ഞാൻ എന്തായാലും പെട്ടെന്ന് നിർത്തുവൊന്നുമില്ല. ഇനിയിപ്പോൾ വാച്ച് ടൈം അവർ കുറഞ്ഞു വരുവാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എനിക്ക് ഇതിനു വേണ്ടി സമയം കളഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് പോവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയാതെ പോയാൽ മോശമല്ലേ. ഇനിയിപ്പോൾ ഈ ഡിസംബർ ആവാൻ കുറച്ചല്ലേ ഉള്ളൂ. ചിലപ്പോൾ ഡിസംബർ ഫസ്റ്റ് ആകുമ്പോൾ പോവോ ഇനി ലാസ്റ്റ് ആകുമ്പോൾ പോവോ ഒന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ തന്നെ പറഞ്ഞിട്ട് പിന്നെ പോയിന്ന് പറഞ്ഞു വെച്ചാലും വിധി അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും വെച്ച് ഇപ്പോൾ ഇവിടെ പാട്ടുപുര എന്ന് പറഞ്ഞ ഒരിതിൽ പാട്ട് ഏട്ടൻ പാടിയപ്പോൾ തന്നെ ആ പാട്ട് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് വലിയ വ്യൂസ് ഒന്നും ഇല്ലെങ്കിലും ഇവിടെയുള്ള ആളുകളൊക്കെ അറിയാൻ തുടങ്ങിയില്ലേ. അതുപോലെ എവിടെയെങ്കിലുമൊക്കെ പാട്ട് പാടാൻ ചാൻസ് കിട്ടുമായിരിക്കും. അങ്ങനെ ഭാവിയിൽ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും പാട്ട് പാടാൻ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെന്താ? ഞാൻ വരുന്ന കമൻറ്റിനൊന്നും ഞാൻ അങ്ങനെ അധികം ഈ ചില വീഡിയോസിന് മാത്രമേ കമൻറ്റ് അങ്ങനെ വരാറുള്ളൂ. പക്ഷെ ഞാൻ ആ വീഡിയോസിനൊന്നും അധികം ഞാൻ കമൻറ്റൊന്നും റിപ്ലൈ കൊടുത്തിട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ പാലക്കാടൻ പരദൂഷണം ചെയ്ത് അതിനകത്ത് കുറേ പേര് ചോദിച്ചിട്ടായിരുന്നു, "വേറെ പണിക്ക് പൊയ്ക്കൂടെ? വേറെ പണിയൊന്നും ഇല്ലേന്ന്?" പക്ഷേ അതിനൊന്നും ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്യേണ്ടാന്ന് വിചാരിച്ചാണ്. പക്ഷെ എന്തായാലും പോവുകയല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ റിയാക്ട് ചെയ്തിട്ട് പോകാം. പിന്നെ പണിക്ക് പൊയ്ക്കൂടെന്ന് ചോദിക്കുന്നവർക്ക് ഞങ്ങൾക്ക് 2 പേർക്കും നല്ല പണിയുണ്ട്. അതായത് ഞാനൊരു ടൈലറാണ്. സ്വന്തമായിട്ട് ഒരു ഷോപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഏട്ടൻ ഓട്ടോ ഡ്രൈവറാണ്. ഏട്ടന് സ്ഥിരമായിട്ട് ഓട്ടോ ഉണ്ട്. സ്വന്തം ഓട്ടോ ആകുമ്പോൾ പിന്നെ സ്ഥിരമായിട്ട് വർക്കുണ്ട്. അതുകൊണ്ട് പണിയില്ലാത്തതൊന്നുമല്ല. അത്യാവശ്യം 2 പേർക്കും പണിയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇതിന് എനിക്കിപ്പോൾ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയിട്ട് വേണം ജീവിക്കണമെന്നൊന്നുമില്ല. പിന്നെ എന്താണ് ഏട്ടൻ്റെ പാട്ട് എവിടെയെങ്കിലും എത്തണമെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലാറ്റ്ഫോം കിട്ടണമെങ്കിൽ
ആരേലും അറിയണം. ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം തുടങ്ങിയതാണ് ചാനല്. പിന്നെ എനിക്കങ്ങനെ വലിയതായിട്ട് അഭിനയിക്കാനൊന്നും അറിയില്ല. ഞാനിങ്ങനെ ചുമ്മാ എന്തെങ്കിലും ചെയ്തിട്ട് വ്യൂസ് കൂടുകയാണെങ്കില് ഏട്ടൻ്റെ പാട്ടിങ്ങനെ എവിടെയെങ്കിലും ആഡ് ചെയ്യും. ഇപ്പൊ അതിനകത്ത് ആ വീഡിയോസിനകത്തൊക്കെ ഇടുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ കാണും. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. സാധാരണ ഈ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാമ്, വീഡിയോ ചെയ്യാ അങ്ങനെയൊക്കെ പറയുമ്പോ ഒന്നില്ലേ വീട്ടുകാര് അതായത് എന്റെ വീട്ടുകാര് എതിർക്കും. ഇല്ലാന്ന് പറഞ്ഞാച്ചാ ഇപ്പൊ ഏട്ടന്റെ വീട്ടുകാരും എതിർക്കും. അങ്ങനെ എല്ലാരും സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ചെയ്യാന്ന് പറയുന്നത് അതൊരു വലിയൊരു ഭാഗ്യായിട്ടാ എനിക്ക് തോന്നുന്നത്. കാരണം എന്റെ വീട്ടുകാരാണെങ്കിലും ശരി, ഏട്ടന്റെ വീട്ടുകാരാണെങ്കിലും ശരി എനിക്ക് നല്ല സപ്പോർട്ടാണ്. വീഡിയോ ചെയ്യാൻ എനിക്കറിയില്ലന്നേ ഉള്ളൂ. പക്ഷെ അവരെല്ലാം നല്ല സപ്പോർട്ടാണ്. കാരണം ഏട്ടന്റെ പാട്ട് എവിടെയെങ്കിലും എത്തുന്നുള്ളത് കാരണം കൊണ്ടാണ് എല്ലാരും സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഈ ഇടയ്ക്ക് ഞാൻ ഈ വീഡിയോ ഇട്ടതിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അവരെല്ലാരും കൂടെ പാട്ട് പാടുന്നതും. കാരണം അതെല്ലാം ഈ വാച്ച് ടൈം അവർ കംപ്ലീറ്റ് ആകാൻ വേണ്ടിയിട്ടാണ് അവരെല്ലാം എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പാടുന്നതാണ്. കാരണം എല്ലാവർക്കും ഇങ്ങനെ സാധാരണ ആൾക്കാരല്ലേ. അവരെല്ലാം വന്നിട്ട് ഈ വീഡിയോന്റെ മുന്നിൽ ഇരുന്ന് ഇങ്ങനെ പാട്ട് പാടുക, അങ്ങനെയുള്ള ഒരിതൊന്നും ചെയ്യുന്ന ആളുകളൊന്നും അല്ല ആരും. പക്ഷെ അവര് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞാ എല്ലാവർക്കും ആ ഒരൊറ്റ കാര്യമാണ്. ഏട്ടന്റെ പാട്ട്. അതാണ് എല്ലാവരുടെയും മുന്നിലുള്ളത്. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് എല്ലാരും ആ വീഡിയോക്കകത്തൊക്കെ വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്യാനൊക്കെ നിന്നത്. അപ്പൊ എല്ലാരും നന്നായി സപ്പോർട്ട് ചെയ്തു. പക്ഷെ അവർക്കൊക്കെ ഭയങ്കര സങ്കടായിരുന്നു പെട്ടെന്ന് ഈ ചാനലിങ്ങനെ പോണൂന്ന് പറയുമ്പോ. പക്ഷെ എന്താ ചെയ്യാ? പിന്നെ സപ്പോർട്ട് ചെയ്യാത്ത കുറേ ആളുകളുണ്ട്. അവരുടെയൊക്കെ മുന്നിൽ വെച്ചിട്ട് ഞാന് ജയിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാന് ഇത്രയും പോരാടി ജയിക്കണം. എങ്ങനെയെങ്കിലും എനിക്കിത് നേടിയെടുക്കണം. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്താ ചെയ്യാ? തോറ്റു പോവുകയാന്ന് പറയുമ്പോ എനിക്ക് വലിയ സങ്കടമുണ്ട്. കാരണം ജയിക്കണംന്ന് അവരൊക്കെ ഞാനിപ്പോ വീഡിയോ ചെയ്യുമ്പോഴൊക്കെ എന്തായാലും നല്ലവര് കൂടെ ഉണ്ടാകുമ്പോ അതുപോലെ തന്നെ ശത്രുക്കളും ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ എന്റെ കൂടെ ഉള്ളവരല്ല, എന്റെ നാട്ടുകാര് തന്നെ അവരെന്നെ കാണുന്ന സമയത്തൊക്കെ ചിലവരൊക്കെ ഇങ്ങനെ ഭയങ്കര വീഡിയോ കണ്ട് കഴിഞ്ഞാൽ ഒരുമാതിരി കളിയാക്കും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോഴും ഉണ്ട്. പക്ഷെ അവരെന്നാ എന്റെ വീഡിയോ കാണുകയൊക്കെ ചെയ്യും. ആരും കമന്റ് അടിക്കുന്നില്ലാന്നേ ഉള്ളൂ. അതൊക്കെ ഞാൻ അറിയുന്നുണ്ട്. പക്ഷെ അങ്ങനെ അവര് അങ്ങനെയൊക്കെ ചെയ്യുമ്പഴും എന്റെ കൂടെ എന്റെ വീട്ടുകാരെല്ലാരും ഉള്ളപ്പോ അതൊരു സപ്പോർട്ടാണ്. പക്ഷെ അവരുടെ മുന്നില് ഞാൻ തോറ്റു പോണു പറയുമ്പോ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. പക്ഷെ എന്താ ചെയ്യാ? 4000 അവർ കംപ്ലീറ്റ് ആയേ പറ്റുള്ളൂ. പക്ഷെ ഒരു മാസം കൊണ്ട് 2000 അവറൊക്കെ ചെയ്യാന്ന് പറയുന്നത് ദൈവം വിചാരിച്ചാൽ ചിലപ്പോ നടക്കായിരിക്കുംല്ലേ. ഇല്ലെങ്കിൽ നിങ്ങൾ അതേപോലെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാണെങ്കില് നടക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ പോവാണെങ്കിൽ അത് വിധി. ചിലപ്പോ ഇനിയിപ്പോ ഒരു ചാനൽ പുതിയത് ഈ ചാനലിൽ തന്നെ ഇനിയിപ്പോ അടുത്ത വർഷം വീണ്ടും ഞാനിങ്ങനെ വാച്ച് ടൈം അവർ കംപ്ലീറ്റ് ആക്കി പിന്നെ അത് ഒരു വർഷം കൊണ്ട് വീണ്ടും ഞാൻ 4000 ആക്കുക. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ എനിക്ക് ഇപ്പൊ പുതിയതായിട്ട് ഞങ്ങളിപ്പോ ഷോപ്പിൽ തന്നെ കുറേ പുതിയ വർക്കുകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതിനിടയിൽ ഞാന് ഇതിനു വേണ്ടി മാത്രം കുറേ യൂട്യൂബിന് വേണ്ടി മാറ്റി വയ്ക്കാൻ എനിക്ക് പറ്റില്ല. കാരണം എന്താന്ന് വെച്ചാ നമ്മൾക്ക് മെയിനായിട്ട് കുറേ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നടക്കണ്ടേ? അതിനിടയിലാണ് ഈ ഇതും കൂടെ കൊണ്ടുപോണത്. അപ്പൊ ഇപ്പൊ ഏകദേശം ഇത്രയെങ്കിലും ആയിട്ട് അത് പോകാന്ന് പറയുമ്പോഴാണ് സങ്കടം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.